ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ബിസ്ക്കറ്റോ അതുപോലെ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോക്ക് താഴെ ഇതുപോലെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലിൻ്റെ പടം വരും. അതിൽ ഓപ്ഷൻസിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ മേരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. മേരി ലൈറ്റിൻ്റെ നോർമൽ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത ബിസ്ക്കറ്റ്, ഇതുപോലുള്ള 15 രൂപയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, ഒരുപാട് അങ്ങനെ തരിയായി പോവാതെ ശ്രദ്ധിക്കുക. പൾസ് ബട്ടൺ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചൊക്കെ ഒരുപാട് തരിയായിട്ടാണ് കിടക്കുന്നത്, കുഴപ്പമില്ല. പിന്നെ ചെറിയ ചെറിയ പീസായിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് ചുവട് കട്ടിയുള്ള പാനിൽ നമുക്കൊരു ഏകദേശം ഒരു അരക്കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിയേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിക്ക് വന്നാൽ മതി. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഗനാഷ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ 2 ഗനാഷ് തയ്യാറാക്കുന്നുണ്ട്. ഫസ്റ്റിലതിന് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആവശ്യം. അതുപോലെ തന്നെ ഏകദേശം ഒരു അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 9 ടേബിൾ സ്പൂൺ കാണും പഞ്ചസാര. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം 6-7 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഒരുപാട് പേര് ഞാൻ മുന്നേ ചെയ്ത റെസിപ്പീസിലൊക്കെ കോമ്പൗണ്ട് ചോക്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാനില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ എല്ലാവർക്കും കൊക്കോ പൗഡർ ആകുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വെച്ചത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ ഇതിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് ഒരൊട്ടുന്ന രീതിയിലേക്ക് വരും. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് കുറുകി വരണം. ഒരു 6-7 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ആദ്യം തിളക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു ജസ്റ്റ് ഒന്ന് സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരല്പം ഒരു 2 ഡ്രോപ്പ് 3 ഡ്രോപ്പ് മതി വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് അത്യാവശ്യം ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ ബദാമും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കൂടിയിട്ടുള്ളത്, അതിലേക്ക് ഈ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഗനാഷ് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു സ്റ്റിക്കി ആയിട്ട്, അതായത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലാണ് ഗനാഷ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ ആയിട്ട് വരും നമുക്ക്. അതിനുശേഷം കൈവച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഞാനിപ്പോൾ ഏകദേശം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലാണ് ബോൾസ് ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഒരുപാട് വലുപ്പത്തിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഒരു സൈസാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ എല്ലാ ബോൾസും ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോൾസ് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമും കൂടി ഇട്ടിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്നില്ല അതുപോലുള്ള ഗനാഷ് ചെയ്തിട്ട് ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഡാർക്ക് കോമ്പൗണ്ട് ഒന്നും കിട്ടാനില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ, നേരത്തെ ചേർത്ത പോലെ തന്നെ 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തിളക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ ചെയ്ത അത്രയ്ക്കും
നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ 6 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഏകദേശം കുക്കായി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരല്പം വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ഡിപ്പ് ചെയ്യാനൊക്കെ ഈ ഒരു ബോൾസ് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗളായിരിക്കും നല്ലത്. നമ്മൾ പരന്ന പാത്രത്തിനേക്കാളും നല്ലത് ഇതുപോലുള്ള കുണ്ടുള്ള പാത്രം എടുക്കുക. ഇനി ഡെക്കറേഷന് ഞാൻ കുറച്ച് ചോക്ലേറ്റ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്ത് ടൈപ്പ് ഡെക്കറേഷൻ ഉണ്ടെങ്കിലും അങ്ങനെയും ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിൽ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിൽ. നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഗനാഷ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചോക്ലേറ്റ് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റായിക്കോളും. പിന്നെ നമ്മൾ പുറത്ത് വെച്ചിട്ട് തണുപ്പ് പോയിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ തണുത്തിട്ട് തന്നെ കഴിക്കാം. ഒരുപാട് നേരം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ കുറേ നേരം വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ബോൾസും തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ബോൾസ് ഇതുപോലുള്ള ഷുഗർ ബോൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ പാർട്ടികളിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പേരൊന്നും ഇട്ടിട്ടില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ പെരുന്നാൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എൻ്റെതായ വെറൈറ്റി ഒരു ഡെസേർട്ട് ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ വീഡിയോ എടുത്തു വെച്ചിരുന്നായിരുന്നു. അപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ സമയത്ത് പ്രളയവും കാര്യങ്ങളൊക്കെ ആയി. എല്ലാവർക്കും പെരുന്നാളിൻ്റെ സമയത്ത് ഒരു വീഡിയോ ഇടാനുള്ള മൂഡിലൊന്നും അല്ലായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ആരും തന്നെ പെരുന്നാളൊന്നും ആഘോഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്